ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഗണിതത്തിലെ സാധ്യതകളുടെ ഗണിതം, അതായത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന 4ാം ചാപ്റ്ററിലെ 10ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഡികൾ, പെയേഴ്സ് എന്ന പുതിയൊരു ടോപ്പിക്കാണ്. ഇതിനായി നമുക്ക് ജോണി എന്ന കൂട്ടുകാരന്റെ രസകരമായ കഥയിലൂടെ യാത്ര തിരിക്കാം. ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ജോണി അവന്റെ വസ്ത്രങ്ങൾ അലമാരയിൽ തിരയുകയാണ്. അവൻ ആദ്യം തിരഞ്ഞപ്പോൾ അലക്കി തേച്ചു വെച്ച ഒരു നീല പാൻസ്, ബ്ലൂ പാൻസ് മാത്രമാണ് കണ്ടത്. പക്ഷേ ഷർട്ടുകൾ നോക്കിയപ്പോൾ അവന് 3 കിട്ടി: ചുവപ്പ്, പച്ച, നീല. അപ്പോൾ അവൻ ചിന്തിച്ചു, എനിക്കിത് എങ്ങനെയൊക്കെ മാറ്റി മാറ്റി ഇടാം. കൂട്ടുകാരെ, നമ്മുടെ ജോണി ഡ്രസ്സുകൾ സെർച്ച് ചെയ്തപ്പോൾ ഒരു നീല പാൻസും 3 ഷർട്ടുകളും കണ്ടെത്തി. റെഡ്, ഗ്രീൻ, ബ്ലൂ ഷർട്ട്സ്. In what all ways can he dress? അപ്പോൾ ഈ സിറ്റുവേഷനിൽ അവന്റെ കയ്യിൽ എത്ര പാൻസ് ഉണ്ട്? ഒരു പാൻസ്, ബ്ലൂ പാൻസ്. ഇനി എത്ര ഷർട്ടുകളുണ്ട്? 3. ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഓക്കെ, അപ്പോൾ അവന് 3 വ്യത്യസ്ത രീതികളിൽ അണിഞ്ഞൊരുങ്ങാം. 1 × 3 = 3 രീതികൾ. അപ്പോൾ ഈ സാധ്യമായ രീതികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ രീതി നീല പാൻസും ചുവപ്പ് ഷർട്ടും. അത് നമ്മൾ ഒരു ബ്രാക്കറ്റിൽ B, R എന്നെഴുതുന്നു. B എന്ന് പറയുന്നത് ബ്ലൂ, R എന്ന് പറയുന്നത് റെഡ്. ആദ്യത്തേത് പാൻസിനെയും രണ്ടാമത്തേത് ഷർട്ടിനെയുമാണ് കാണിക്കുന്നത്. ബ്ലൂ പാൻസ്, റെഡ് ഷർട്ട്. രണ്ടാമത്തെ രീതി ഏതാണ്? നീല പാൻസും പച്ച ഷർട്ടും. BG എന്നെഴുതാം. മൂന്നാമത്തെ രീതി നീല പാൻസും നീല ഷർട്ടും. BB. അതായത് 1 × 3 രീതികൾ. ഓക്കെ കൂട്ടുകാരെ, ഇതിൽ ഷർട്ടും പാൻറ്റും ഒരേ നിറത്തിൽ വരുന്നത് എത്ര രീതിയിലാണ്? ഇതാ നോക്കൂ, ഈ ഒറ്റ രീതിയിൽ മാത്രമാണ്. അത് നീലയും നീലയും ചേരുമ്പോഴാണ്. ഓക്കെ, അപ്പോഴാണ് കഥയിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അലമാര ഒന്നുകൂടി തിരഞ്ഞപ്പോൾ ജോണിക്ക് ഇതാ ഒരു പച്ച പാൻസ് കൂടി കിട്ടി. ഇപ്പോഴോ ജോണിയുടെ കയ്യിൽ ആകെ 2 പാൻറ്റുകളുണ്ട്, നീലയും പച്ചയും. കൂടാതെ 3 ഷർട്ടുകൾ, ഷർട്ട്സ് 3. റെഡ്, ഗ്രീൻ, ബ്ലൂ.
ഇപ്പോൾ ഇതിൽ ആകെ എത്ര വ്യത്യസ്ത രീതികൾ ഉണ്ടായിരിക്കാം? അതായത് ജോണിക്ക് വ്യത്യസ്തമായി എത്ര രീതിയിൽ ഡ്രസ്സ് ചെയ്യാം? 2 × 3 6 രീതിയിൽ ചെയ്യാം. നമുക്ക് വ്യത്യസ്തമായ ആ 6 ജോഡികളും കണ്ടെത്താം. ആദ്യത്തെ ജോഡി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം നീല പാൻസ് എടുക്കാം. ഒന്നാമത്തെ രീതി നീല പാൻസും ചുവപ്പ് ഷർട്ടും. രണ്ടാമത്തെ രീതി നീല പാൻറ്റും പച്ച ഷർട്ടും BG. മൂന്നാമത്തെ രീതി നീല പാൻസും നീല ഷർട്ടും BB. ഇനി നാലാമത്തെ രീതി, അതിനുവേണ്ടി നമുക്ക് പച്ച പാൻറ് ഉപയോഗിക്കാം. അപ്പോൾ പച്ച പാൻറ് വെച്ച് അതിൻ്റെ കൂടെ റെഡ് ഷർട്ട് GR. ഓക്കെ, ഇനി പച്ച പാൻസും പച്ച ഷർട്ടും GG. ഇനി അവസാനത്തെ രീതി പച്ച പാൻസും നീല ഷർട്ടും GB. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഇവിടെ സാധ്യമായ 6 വ്യത്യസ്ത ജോഡികൾ. അതായത് ടോട്ടൽ വെയ്സ് ഈക്വൽ ടു 2 × 3 = 6. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഷർട്ടും പാൻറ്റും ഒരേ നിറത്തിലാകാനുള്ള സാധ്യത എത്ര? Probability of same color pants and shirt. അപ്പോൾ ഇവിടെ 6 ജോഡികളിൽ ഒരേ നിറമുള്ള ജോഡികൾ എത്ര എണ്ണമുണ്ട്? 2 എണ്ണം. ഏതൊക്കെയാണ്? ബ്ലൂ ആൻഡ് ഗ്രീൻ. അപ്പോൾ അനുകൂല സാധ്യതകൾ അല്ലെങ്കിൽ അനുകൂലമായ ജോഡികൾ 2 എണ്ണമാണുള്ളത്. ആകെ ജോഡികൾ 6. അതുകൊണ്ട് ഒരേ നിറത്തിലുള്ള ഉടുപ്പും പാൻറ്റും ഇടാനുള്ള സാധ്യത 2/6. അപ്പോൾ 1/3 എന്ന് കിട്ടും. ഓക്കെ, അതായത് 33.3%. കണ്ടില്ലേ? വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ കണക്ക് മനസ്സിലാക്കിയത്. അടുത്ത വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Keep learning, keep growing. Bye.